പുറംകടലിൽ തീപിടിച്ച കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. കപ്പൽ ഇടതുവശത്തേക്ക് ചെരിയുന്നു. തീ നിയന്ത്രണ വിധേയമാകാത്തത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളി. 157 കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ. കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ ശ്രമം. കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പൊള്ളലേറ്റ് 2 പേരുടെ നില ഗുരുതരം. 1000 കോടിയിലേറെ രൂപയുടെ നഷ്ടമെന്ന് സൂചന. നിലമ്പൂരിൽ PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയെ ചൊല്ലി വാക്പോര്. PDP പീഡിപ്പിക്കപ്പെട്ട വിഭാഗമെന്നും ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കഴിഞ്ഞ കാലം CPM മറക്കരുതെന്ന് VD സതീശൻ. LDFും UDFും വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നവരെന്ന് BJP. വന്യജീവി പ്രശ്നത്തിൽ കേന്ദ്ര നിലപാട് അംഗീകരിക്കാനാകില്ല എന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വെടിവെക്കാൻ കേന്ദ്രം പറയുന്ന ഉപാധികൾ അപ്രായോഗികം. മലയോര മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും AK ശശീന്ദ്രൻ. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ്. 6815 പേർക്ക് രോഗം. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്ത 3 കോവിഡ് മരണങ്ങളിൽ 1 കേരളത്തിൽ. ലോകരാജ്യങ്ങളോട് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച് മടങ്ങിയെത്തിയ സർവകക്ഷി സംഘം ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. കൂടിക്കാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് വെസ്റ്റ് ഇൻഡീസ് താരം നിക്കോളാസ് പുരാൻ. താരത്തിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ 29ാം വയസ്സിൽ. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ 3ാം റൗണ്ട് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും.